മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇതിപ്പോൾ 2 ദിവസത്തിൽ കൂടെ വീഡിയോ ക്ലബ് ചെയ്തിട്ടാണ് കേട്ടോ ഇന്നത്തെ ഒരു വ്ളോഗ്. അപ്പോൾ നമുക്ക് വ്ളോഗിലോട്ട് പോവാം. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് തന്നെ ഒരു ഷോപ്പിങ്ങിനായിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത്. അങ്ങനെ ഐശ്വര്യമായിട്ട് അബ്സേൻ്റെ പാട്ടൊക്കെ ഇട്ട് തുടങ്ങാം. മോളിലേക്ക് എൻ്റർ ചെയ്ത വഴിക്ക് റൈറ്റ് സൈഡിൽ സ്കൂൾ റീ ഓപ്പണിങ്ങിൻ്റെ ഐറ്റംസ് ആണ് വെച്ചേക്കുന്നത്. അപ്പോൾ ആമി അത് കണ്ടപ്പോൾ പറയണ്ട, അയ്യോ സ്കൂൾ തുറക്കാറായോ എന്ന്. പണ്ട് നമ്മളങ്ങനെ തന്നെയല്ലേ, മെയ് മാസം ആയി കഴിഞ്ഞാൽ നമുക്ക് ഉള്ളിലൊരു വിഷമം, അയ്യോ കുറച്ച് ദിവസം കൂടി അല്ലേ ഉള്ളൂ എന്നല്ലേ. പിന്നെ നമുക്ക് റിസൾട്ട് വരുന്നൊരു പരിപാടിയുണ്ട്. ഇവർക്ക് റിസൾട്ട് ജസ്റ്റ് ഒന്ന് ഫോണിൽ മെസ്സേജ് വരാണ് ചെയ്തത്. നമുക്ക് നോക്കാൻ പോകുന്ന ലിസ്റ്റ് നോക്കാൻ പോകുന്ന ഒരു എക്സ്പീരിയൻസ് ഒക്കെ അതൊക്കെ വേറെ തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ ആദ്യം എത്തിയത് നോൺ വെജിൻ്റെ സെക്ഷനിലോട്ടാണ് കേട്ടോ. മീനൊക്കെ മേടിക്കുന്നുണ്ടെങ്കിൽ അവരത് ക്ലീൻ ചെയ്ത് തരാനുള്ളൊരു ടൈം വേണമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടേക്കാണ് കേട്ടോ ആദ്യം ചെന്നത്. ഞങ്ങൾ കുറച്ച് ചിക്കനും മീനും മേടിച്ചു. പക്ഷെ മീനൊക്കെ എന്താ വില. ഞങ്ങൾ ചാള മേടിച്ചിട്ട് അവിടെ നിന്ന് പോകുന്നു. മോളിലൊക്കെ ചെന്ന് കഴിഞ്ഞാലല്ലേ നല്ല വെറൈറ്റി മീനുകളൊക്കെ കാണാൻ പറ്റുക. അപ്പോൾ ഞണ്ടുണ്ട്, പ്രോൺസ് തന്നെ 1-2 വെറൈറ്റീസൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ പ്രോൺസിൻ്റെ വെറൈറ്റീസ് ഈ പ്രാവശ്യം കുറവായിരുന്നു, അല്ലെങ്കിൽ ഇതിനേക്കാളും കൂടുതൽ ഉണ്ടാവാറുണ്ട്. അപ്പോൾ കുറേ നന്നാക്കി വെച്ച മീനുകളൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് അച്ചാറിടാനൊക്കെ പറ്റിയ പ്രോൺസ് ഇല്ലേ, കുഞ്ഞു കുഞ്ഞു പ്രോൺസ്, അതൊക്കെ ഉണ്ട്. അപ്പോൾ അതേ ആമിയാണ് കേട്ടോ ഈ വീഡിയോ എടുത്തിട്ടുള്ളത്. നമ്മുടെ ഫൈറ്റർ ഇങ്ങനെ ഓരോ കളർ തിരിച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. വല്ലവർക്ക് ഗിഫ്റ്റൊക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നല്ലൊരു ഓപ്ഷൻ അല്ലേ. 220 എത്രയാണെന്ന് തോന്നുന്നു കേട്ടോ അതിൻ്റെ. ഈ ഷേക്ക് ഇതുവരെയായിട്ട് ട്രൈ ചെയ്തിട്ടില്ല. അപ്പോൾ ഞങ്ങൾ 2 അവിടെ നിന്ന് മേടിച്ചു. ഞാൻ ഒരു ആവക്കാഡോൻ്റെയും ആദ്യം ബ്ലൂബെറീൻ്റെയും ആണ് കേട്ടോ എടുത്തത്. ഒരു മിൽക്ക് ഷേക്കാണ് രണ്ടും. ഒന്ന് ട്രൈ ചെയ്തൊക്കെ വെച്ചിട്ട് എടുത്തതാണ്. പിന്നെ അവിടെ നിന്ന് കുറച്ച് പച്ചക്കറിയും കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ടായിരുന്നു. ബ്ലൂബെറി ക്രഷ്, ഇത് പാനിപ്പൂരി മേടിച്ചു, ഒരു കോൺ മേടിച്ചു, മഷ്റൂം മേടിച്ചു, പിന്നെ ഏതാ മറ്റേ ഒരു ഫിഷ് മേടിച്ചു. അല്ല ഇത് ചിക്കനാണ്, ചിക്കൻ മേടിച്ചു, ഫിഷ് മേടിച്ചു, 2 ഷേക്ക്. ഇവിടെ മല്ലിയിലയ്ക്കുള്ള തിരച്ചിൽ ഗൈസ്. ഓ പച്ച നോക്കിയാ മൊത്തം പച്ചിലകളും. ശരിയാ. അച്ഛൻ എന്നിട്ട് എടുക്കണേ. ഇത് ഏത് തരം പയറാ? പേര് വെച്ചിട്ടുണ്ട് വേറെ. ഹാരിക്കോട്ട്. ഇതല്ലേ അച്ഛൻ എടുത്തപ്പോ? ഇത് ഇവിടെ അല്ലേ വേണ്ടല്ലേ. ഇതല്ലേ ഇത്. അവരങ്ങോട്ട് മാറ്റി വെച്ചു. അമ്മച്ചി ചീനുണ്ടല്ലോ, ഹോളിന്ന് എടുക്കാം. അതും ചീനുണ്ട്. അമ്മേ എല്ലാ ഉള്ളിയുടെ പാക്കറ്റിൽ ഓരോന്നോരോന്ന് വെച്ച് ചീനുണ്ട്. വേറെ ഉള്ളി സവാളല്ലേ? ഉള്ളി അവിടെ ഉണ്ട് അല്ലേ. ഉള്ളി വേണ്ടേ? അടിക്കാൻ പോവാ. കെട്ടിയിട്ടുള്ള കവറിടണ്ട കേട്ടോ, കെട്ടാണ്ട് കേട്ടോ. എന്തൊക്കെ വിളിച്ചോ?
ബില്ലിൻ്റെ സെക്ഷൻ എത്തിയാൽ പിന്നെ എത്രയാവും ബില്ല് എന്നുള്ളതാണ് കേട്ടോ ഡിസ്കഷൻ നടക്കുക. അപ്പോൾ ആമി അതാ ചോദിക്കുന്നത് എത്ര ബില്ല് വരാമെന്ന് വല്ല ഐഡിയ ഉണ്ടോ എന്നിട്ടാ. അപ്പം ഞാനൊരു ഗസ് എമൗണ്ട് പറഞ്ഞു, പക്ഷെ അതൊന്നും അല്ലായിരുന്നു കേട്ടോ, അതിനേക്കാളും കൂടുതലായിരുന്നു. ഇപ്രാവശ്യം ഞങ്ങൾ സോസേജ് പോലത്തെ ഐറ്റംസ് ഒന്നും തന്നെ മേടിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ എടുത്ത് വരുമ്പോൾ അല്ലറ ചില്ലറ സാധനങ്ങൾ എടുത്തിട്ടുണ്ടാവുള്ളൂ, എങ്കിലും നല്ല റേറ്റ് വരെ. ഇപ്രാവശ്യം ആമിക്കും സാധനങ്ങൾ കുറച്ച് മേടിക്കാണ്ടായിരുന്നു കേട്ടോ, അവളുടെ ക്രീം പൗഡർ സാധനങ്ങളൊക്കെ തന്നെ. അതുകൊണ്ടാണ് കേട്ടോ ഇവരെയും കൂട്ടിയത് കൂടെ. മുകളിലേക്ക് നോക്കി ലൈസർ മാറ്റി, പക്ഷെ കറക്റ്റ് ഒരു പ്ലസ് ഇവിടെ വന്ന് ലൈസറിൻ്റെ ഇവിടെ നിന്ന് ഡേ ഇങ്ങോട്ട് നീങ്ങ് കണ്ട 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 അതിനാരും തോക്കിൽ ലക്ഷ്യം ഇട്ടു ഗൈസ്. ആ ഇത് മാറ്റി പിടിച്ചിട്ടുണ്ടല്ലോ, സർഫക്സിലല്ലോ പിടിക്കാൻ. ഇപ്പൊ ഗൈസ് അവിടെ കുടമാറ്റം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ ഇടയ്ക്ക് ഓൺലൈനിൽ കയറി കുടമാറ്റം കാണുന്നുണ്ട്. അവളെ പ്രാവശ്യം അടിയിൽ തന്നെ പാർക്ക് ചെയ്ത് അതൊന്ന് നേരെ പുറത്തേക്ക് കിടക്കും. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബില്ല് കണ്ട് സ്തംഭിച്ച് നിൽക്കുന്ന അച്ഛനെ. ബില്ല് എങ്ങനെയുണ്ട്? ഏറ്റവും കൂടുതൽ എൻ്റെ മോള് പഠിച്ച സാധനങ്ങൾക്ക് പൈസ കൂടുതലായത്. എന്നെ മുടിപ്പിക്കാൻ വേണ്ടി ചെണ്ടിച്ച സാധനം അതല്ലേ ഉദ്ദേശിച്ചേ? ഞാൻ ഇനി മുടിപ്പിക്കും. ഞാൻ എന്നിട്ട് മേടിച്ചേ, ഞാൻ കുറച്ച് സാധനങ്ങളെ മേടിച്ചിട്ടുള്ളൂ. കുറച്ച് പറയുമ്പോൾ 20-25 സാധനങ്ങൾ. ഓ മറ്റേ കൊട, പേസ്റ്റലിലുള്ള കൊട. ഗൈസ് നമ്മൾ കാറിലിരുന്ന് കുട മാറ്റാൻ കാണാണ്, കാറിൽ കണക്ട് ചെയ്ത് ഫോൺ. പൂരത്തിൻ്റെ തലേന്ന് കറങ്ങാൻ പോയതിൻ്റെ വീഡിയോസാണ്. അപ്പോൾ ഇത് ഞങ്ങൾ അച്ഛൻ്റെ അമ്മയുടെയും കൂടെ നിശാന്തേട്ടൻ്റെയും നിമ ചേച്ചിയുടെയൊക്കെ കൂടെയാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് ഈ വീഡിയോ അങ്ങനെ കളയാൻ തോന്നിയില്ല. പക്ഷെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, എൻ്റെ കോസ്റ്റ്യൂം 2 ദിവസം സെയിം ആണ്. മൈൻഡ് ചെയ്ത്, കാരണം വൈകുന്നേരം മാത്രമാണ് എടുത്തിട്ടത്. അതുകൊണ്ടാണ് അന്നും പിന്നെ പുലിക്കളിയുടെ അന്നും പിന്നെ ബോണ്ണത്താലെ നടക്കുന്ന സമയത്തൊക്കെയാണ് നമുക്ക് റൗണ്ടിലോട്ട് ഇങ്ങനെ കിടന്ന് നടക്കാൻ പറ്റുള്ളൂ. പ്രത്യേകിച്ച് പൂരത്തിനാണ് നമുക്കിങ്ങനെ ഫ്രീ ആയിട്ട് നടക്കാൻ പറ്റുള്ളൂ. അങ്ങനെ പിന്നെ അത് മിസ് ചെയ്യാൻ പാടില്ലല്ലോ. ഞങ്ങൾ എല്ലാ ദിവസവും പൂരത്തിൻ്റെ എല്ലാ ദിവസങ്ങളിലും ഞങ്ങൾ രാത്രി ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് എല്ലാവരും കൂടെ ഇങ്ങനെ വർത്തമാനം പറഞ്ഞ് ആ കാഴ്ച കണ്ട്, ആ പന്തൽ കണ്ട്, ആ പന്തലിനെ കമ്പയർ ചെയ്ത് മറ്റേ പന്തലാണ് ഭംഗി, അതൊക്കെ പറഞ്ഞിട്ടാണ് നടക്കുന്നത്. അപ്പോൾ പിന്നെ നമ്മുടെ തേക്കിൻകാട് കടന്നു കഴിഞ്ഞാൽ കുറേ ആനകളെ അവിടെ കൊണ്ടുവന്ന് കെട്ടിയിട്ടുണ്ടാവും. അപ്പോൾ പിന്നെ അതൊക്കെ കണ്ട് ഇങ്ങനെ നമുക്കിപ്പോൾ ഒരു സ്ഥിരം പാറ്റേൺ ഒന്നുമില്ല. നമ്മൾ ചിലപ്പോൾ ബോറടിക്കുമ്പോൾ ഉള്ളിലോട്ട് കയറും, പിന്നെ അടുത്ത പന്തലിൻ്റെ അവിടേക്ക് എക്സിറ്റ് ആവും. അങ്ങനെയൊക്കെയാണ് നടക്കുന്നത്. ആമിയും വൈകിയും കൂടിക്കഴിഞ്ഞാൽ പിന്നെ സെൽഫികളുടെ പെരുമഴയാണ് കേട്ടോ. ഇവർ നിറച്ച് സെൽഫീസ് എടുക്കും. അപ്പോൾ ഞാൻ നിമ ചേച്ചിയുടെ അടുത്ത് ചോദിക്കേണ്ട ആരുടെ ഫോണാന്ന്. അപ്പോൾ നിമ ചേച്ചി പറയാം എനിക്കത് കിട്ടിയാൽ ഞാൻ അതൊക്കെ ഡിലീറ്റ് ചെയ്യുന്നതാണ് ആൾ പറയുന്നത്. അപ്പോൾ ആദ്യക്ക് വയ്യാണ്ടായിട്ടുണ്ടായിരുന്നു. ആദ്യനെ അടുത്ത് ഞാൻ പറഞ്ഞു, നീ അവിടെ ഒരു സൈഡിൽ പോയിരുന്നോ, നമുക്ക് തിരിച്ച് ഞാൻ അടുത്ത കാഴ്ചകൾ കാണാൻ നടക്കുമ്പോൾ നീ കൂടെ വന്നാൽ മതി. നിറച്ച് കച്ചവടക്കാരാണ് കേട്ടോ. പക്ഷെ ലേറ്റ് അടിച്ചിട്ടേ വീഡിയോയിലൊരു എന്തോ ഒരു ഇറിറ്റേഷൻ ഉണ്ട്. ഇപ്പോൾ എല്ലാ പിള്ളേരുടെ കയ്യിലും ഇതിൻ്റെയൊക്കെ ഓരോ ഐറ്റം കയ്യിലുണ്ടാവും കേട്ടോ. അതുകൊണ്ട് തന്നെ ഇതിനോടൊന്നും വലിയ കമ്പൊന്നും ഇവരാരും കാണിച്ചതായിട്ട് ചൂടായതുകൊണ്ട് തന്നെ ഐസ്ക്രീം വേണമെന്ന് പിള്ളേർ മാറി മാറി പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് പോകുന്ന വഴി നമ്മൾ അവസാനം എൻഡിലെത്തുമ്പോൾ വാങ്ങിക്കാമെന്ന് പറഞ്ഞിട്ട് അവരെ സമാധാനിപ്പിച്ചു കേട്ടോ. അപ്പോൾ ആമി അഭിചേട്ടനെയും കൊണ്ട് പോകുന്നുണ്ട് മേടിക്കാമെന്ന് പറഞ്ഞിട്ട്. ഞാൻ ഇപ്പോൾ മേടിച്ച് കഴിഞ്ഞാൽ കുഞ്ഞിയുടെയൊക്കെ മേലിൽ പോവും. അപ്പോൾ പിന്നെ കൈ കഴുകണം, കാര്യങ്ങൾ വേണം. അപ്പോൾ അവസാനം മേടിക്കാമെന്ന് പറഞ്ഞിട്ട് അവരെ സമാധാനിപ്പിച്ചു കേട്ടോ. പിള്ളേർ പിന്നെ കൺവിൻസ് ചെയ്യാൻ നമ്മൾ ആരെ മക്കൾ അവരെ കൺവിൻസ് ചെയ്യിക്കുന്നത്
തന്നെ ചെയ്യും. ഇന്നത്തെ പോലെ ഒന്നല്ല കേട്ടോ, എല്ലാ ബ്രാൻഡിൻ്റെ ഐസ്ക്രീമുകളും നമുക്ക് അവിടെ കിട്ടും. ആ മൂല മേഴ്സിലിസ് സ്കീ എല്ലാത്തിൻ്റെയും അവിടെ ഉണ്ട്. നമുക്ക് ഇഷ്ടമുള്ളത് മേടിക്കാം. അങ്ങനെയാണ് അവിടെ. അപ്പോൾ അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് അങ്ങനെ നടന്നു കേട്ടോ. അപ്പോൾ അടുത്ത പന്തലിൽ അവിടെ എക്സിറ്റ് ആവാനാണ് ഈ നടക്കുന്നത്. പിന്നെ ഇന്നത്തെ ദിവസം മേളവും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല. ഇങ്ങനെ കാഴ്ചകൾ കണ്ട് നടക്കാന്നുള്ളത് മാത്രമാണ് ഇന്നത്തെ ഉദ്ദേശം. പക്ഷെ ചമയം കാണാറുണ്ട്. പക്ഷെ ചമയത്തിൻ്റെ അവിടെ നല്ല ക്യൂ ആയിരുന്നു. പിന്നെ ഒരു 11 മണിക്ക് ആയിട്ടുള്ളത് കൊണ്ട് തന്നെ ആരും പിന്നെ അത് കാണണം എന്ന് വാശി പിടിച്ചില്ല. ഞങ്ങൾ പിന്നെ കാലത്ത് ഞാനും ആമിയൊക്കെ കൂടെ പോയി കണ്ടിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ളവർക്കും കാണണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ കാണാൻ നിന്നില്ല കേട്ടോ. നല്ല തിരക്കുണ്ടായിരുന്നു. നല്ല തിരക്കെന്ന് പറഞ്ഞാൽ നല്ല തിരക്കുണ്ടായിരുന്നു ചമയത്തിൻ്റെ അവിടെ. ഒരുപാട് കമ്മലിൻ്റെ ഷോപ്പുകൾ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ നമ്മൾ അകലേന്ന് കാണുമ്പോൾ എന്തോ ഒരു കളക്ഷനാന്നൊക്കെ തോന്നും. പക്ഷെ അടുത്ത് വന്നപ്പോൾ അങ്ങനെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒന്നും ഞങ്ങൾക്ക് ആ കടകളിലൊന്നും തോന്നിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ നിന്നൊന്നും മേടിച്ചില്ല. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം എല്ലാവരും കൂടെ അവിടെ ഇരുന്ന് റെസ്റ്റ് എടുക്കായിരുന്നു. കാരണം നടന്ന് വയ്യാണ്ടായിരുന്നു. പിന്നെ ഒക്കെ ഉറക്കം വന്നും തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുഞ്ഞിക്ക് PP മേടിച്ചു കൊടുത്തപ്പോൾ കുഞ്ഞ് ഹാപ്പി ആയിട്ടോ. അപ്പോൾ കുഞ്ഞ് PP വിളിച്ചിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അവിടെ ചാരി കുറച്ച് നേരം ഇരുന്ന് റെസ്റ്റ് എടുത്ത് പിന്നെ ഞങ്ങൾ വീണ്ടും നടത്താൻ കണ്ടിന്യൂ ചെയ്തു കേട്ടോ. അത് കഴിഞ്ഞ് പാർക്കിൻ്റെ സൈഡിലൊക്കെ എത്തി. പാർക്കിൻ്റെ സൈഡിൽ എത്തിക്കഴിഞ്ഞാൽ നിറച്ച് കൈനോട്ടക്കാരുണ്ടാവും. പിന്നെ 1-2 അറിയുന്ന ആൾക്കാരെയൊക്കെ കണ്ടു. അവരുടെ അടുത്തൊക്കെ വർത്താനം പറഞ്ഞിട്ട് ഇങ്ങനെ നടന്നു. എക്സിബിഷൻ്റെ അവിടെയൊക്കെ ഈ 2-3 ദിവസങ്ങളിൽ നല്ല തിരക്കുണ്ടാവും കേട്ടോ. ഇതെന്താണെന്നുണ്ടെങ്കിൽ പുറത്തുനിന്ന് പല ജില്ലകളിൽ നിന്നും ആൾക്കാർ ഈ തൃശ്ശൂർ പൂരത്തിന് വരുമല്ലോ. അപ്പോൾ അവരൊക്കെ പോയി കാണുന്ന ദിവസങ്ങൾ ഈ പൂരത്തലേന്നും പൂരത്തിൻ്റെ അന്നും പിറ്റേ ദിവസം പകൽപൂരത്തിൻ്റെ അന്നൊക്കെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഭാഗത്തേക്കൊന്നും കടന്നിക്കണതിനെ പറ്റി ചിന്തിക്കേണ്ട. പിന്നെ ഞങ്ങൾ എക്സിബിഷന് പോയി വൈകിയും തമ്മിൽ നല്ല കൂട്ടാണ് കേട്ടോ. ഇവർ ഒരേ വൈബ്, അവർ ഡാൻസ് പാർട്ട്നേഴ്സാണ്, എല്ലാമാണ്. പിന്നെ മിന്നുവിന് ഇപ്രാവശ്യം പാറൂന് അമ്മൂനൊക്കെ കിട്ടിയിട്ടുണ്ട്. നിമ്മ ചേച്ചിയുടെ അനിയത്തിയുടെ മക്കളാ. ഇപ്രാവശ്യം മിന്നുവിന് അവരെ കിട്ടിയോണ്ട് മിന്നു അവരുടെ കൂടെ പോയിട്ടോ. അപ്പോൾ ദേ കണ്ടോ, ഇന്നലത്തെ വീഡിയോയിൽ കണ്ട പോലെ സ്ഥിരം ആ സ്ഥലങ്ങളിൽ കൈതോട്ടക്കാർ ചേച്ചിമാരുണ്ട്. അപ്പോൾ അവർ 2-3 ദിവസം മുന്നേ ഇവിടെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ പൂരത്തിനൊന്നല്ല, ഇപ്പോൾ ശിവരാത്രിയുടെ ദിവസങ്ങളിൽ പോയാലും ന്യൂ ഇയറിന് വരെ പോയി കഴിഞ്ഞാൽ വൈകുന്നേരം ഇവർ വിളക്കും വെച്ചിട്ട് ഇരിക്കുന്ന കാണാം കേട്ടോ. അവർക്ക് അവിടെ ബിസിനസ് കിട്ടുന്നുണ്ടാവുമായിരിക്കും. ചിലപ്പോൾ അതുകൊണ്ടാവും കേട്ടോ അവർ വന്നിരിക്കും. എനിക്കും അമ്മയ്ക്കും അച്ഛൻ കമ്മൽ സെലക്ട്, അമ്മയുടെ കമ്മലേതാ സെലക്ട് ചെയ്ത് ഇങ്ങനത്തെ ഉണ്ട് ഈ കളറ്. രാഗിണി അമ്മ മേടിച്ചു ഇത്. അത് മതി, ഇത് രസം ഡെയിലി കൂടി ഇടാം. വൈറ്റല്ലേ ഇത്, വൈറ്റല്ലേ എന്തൊരു എപ്പോക്സി ഷെയ്ഡ് ഉണ്ട്. അബുചേട്ടൻ അവിടെ നിന്നതാണ് കേട്ടോ. കമ്മലിൻ്റെ കളക്ഷൻ കണ്ടിട്ട് ഞാൻ മേടിക്കാൻ പറഞ്ഞതൊന്നല്ലേ, പക്ഷെ നല്ല കമ്മലുണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുള്ള കമ്മൽ അവിടെ നിന്ന് കിട്ടിയായിരുന്നു. പക്ഷെ വലിയ ഷോപ്പുകളൊന്നും ഞാൻ നല്ലത് കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഒരു നല്ല പിങ്ക് ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു അവിടെ. അങ്ങനെ നോക്കിയേ എക്സിബിഷൻ ഗ്രൗണ്ടാണ് കാണുന്നത്. നല്ലോണം ജനങ്ങളുണ്ടായിരുന്നു. എനിക്ക് തോന്നണേ പണ്ടത്തേക്കാളും എല്ലാവരും ഇപ്പോൾ സെലിബ്രേഷൻസൊക്കെ എക്സ്പ്ലോർ ചെയ്ത് തുടങ്ങി. നല്ലതാണ്. അങ്ങനെ ഹൈഡ്രജൻ ഉരുൾ, ഇതൊക്കെ കാഴ്ചകൾ കാണാൻ ഫോണിൽ കാണുന്നതിനേക്കാളും നല്ല രസമാട്ടോ നേരിട്ട് കാണാൻ. എന്താ പറയുക, നല്ല കളർഫുള്ളാണ്. അങ്ങനെ നടന്ന് എല്ലാവരും പണിക്കുറ്റം തീർന്നുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ ഞങ്ങൾ ഐസ്ക്രീം മേടിക്കാൻ വേണ്ടിയിട്ട് അവിടെ സ്റ്റോപ്പ് ചെയ്തു കേട്ടോ. നാളെ വന്നാടാ എടാ, ഞാനും നീ പാൻറ് ഇടാന്ന് വിചാരിച്ചായിരുന്നു. ഇത് ഞാനിത് കണ്ടപ്പോ വല്ല ബ്ലൂബെറി മാറ്റി മേടിച്ചോന്ന് ചോദിച്ചു. ഇനി ടേസ്റ്റ് പറയൂ താങ്കൾ, ടേസ്റ്റ് ചെയ്തിട്ട്. ചോക്കോ പറഞ്ഞ എന്തിന്റെ ടേസ്റ്റാ? ഇതേത് ഐസ്ക്രീമാണ്? ചോക്കോ പറഞ്ഞ എന്തിന്റെ ടേസ്റ്റാ? കുഞ്ഞിക്ക് സ്പെഷ്യൽ. കുഞ്ഞ് ഓൾവേസ് സ്പെഷ്യലാണ്. കുഞ്ഞെപ്പോഴും വെറൈറ്റീസാണ് പിടിക്കുള്ളൂ കേട്ടോ. നമ്മൾ വാങ്ങിക്കുന്ന സാധനം അവൾ മേടിക്കേ ഇല്ല. അവളെല്ലാവരും വാങ്ങിയതിന് ശേഷം
ആരും മേടിക്കാത്തൊരു ഐറ്റം അവൾ അതിൽ നിന്ന് കണ്ടുപിടിക്കും. അങ്ങനെ അതാണ് കേട്ടോ കുഞ്ഞ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. പിയും താങ്ങി പിടിച്ച ആൾ ഒരാളെയും ശല്യപ്പെടുത്താണ്ട് അവിടെ ഇരുന്ന് കഴിച്ചു കേട്ടോ. അപ്പം നടക്കാൻ പറ്റുന്ന രീതിയിൽ ഐസ്ക്രീം കോൺ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് നടക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ കുഞ്ഞിയുടെ ഐസ്ക്രീം നോക്കിയിട്ടാണ് ഇരിക്കുന്നത്. ആദിയുടെ കണ്ണൊക്കെ കണ്ടോ, ബൾബ് പോലെ. എത്ര മണിയായി എന്നൊക്കെ ചോദിച്ചിട്ടാണ് ആദ്യം നടക്കുന്നത്. ഇപ്രാവശ്യത്തെ എനിക്ക് പൂരത്തിന് തോന്നിയ വലിയൊരു പ്രത്യേകത എന്താണെന്നറിയോ? നമ്മുടെ അവിടെ ക്ലീൻ ചെയ്യുന്ന ചേച്ചിമാരുണ്ടല്ലോ, അവർ എല്ലാ സമയവും അവിടെ ഉണ്ട് കേട്ടോ. ഈ രാത്രി ഒരു 11 മണി സമയം കഴിഞ്ഞിട്ടുണ്ട്. ആ സമയത്ത് അവർ അവിടെ ഡ്യൂട്ടി ചെയ്യാനുണ്ട്. അതിൻ്റെ മാറ്റം ഇപ്രാവശ്യം ടൗണിൽ നന്നായിട്ട് കാണാമായിരുന്നേ. ഞങ്ങൾ പൂരം കഴിഞ്ഞ് നമ്മൾ ആ പൂരപ്പറമ്പിൽ കൂടെ പോകുമ്പോൾ ഒരു വേസ്റ്റ് പോലും അവിടെ ഉണ്ടായിരുന്നില്ല. 2 മണിക്കൂർ 3 മണിക്കൂർ കൊണ്ട് ഫുൾ അവർ ക്ലിയർ ചെയ്തിട്ടുണ്ടായിരുന്നു. നോക്കി ഈ റോഡൊക്കെ ഇങ്ങനെയല്ലായിരുന്നു പണ്ടുണ്ടായിരുന്നത്. കാരണം കച്ചവടക്കാർ ഒരുപാടുണ്ട്. ബോട്ടിൽസ്, കുപ്പിവെള്ളത്തിൻ്റെ ബോട്ടിൽസ്, ഐസ്ക്രീമിൻ്റെ കവേഴ്സ്, അങ്ങനെ എല്ലാം കച്ചറകൾ ഇടാറുണ്ട്. പക്ഷെ ഇത്തവണ അങ്ങനെ വേസ്റ്റുകൾ കാണൽ ഭയങ്കര കുറവാണ്. 2025 പൂരം വെൽ അറേഞ്ച്ഡ് ആയിരുന്നു. വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് കഴിഞ്ഞു. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇനി മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ ബായ്. നമുക്ക് കുഞ്ഞിയുടെ ഒരു പി വിളിയോട് കൂടെ ഇന്നത്തെ വീഡിയോയുടെ അവസാനിപ്പിക്കാം കേട്ടോ.